ഇപ്പോൾ സംവിധായകൻ സിബി മലയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ വിയോഗ വാർത്ത അറിഞ്ഞു കാണും എന്ന് കരുതുന്നു. ഷാജി എൻ കരുൺ ഓർമ്മയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടാവും. ഒപ്പം പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത അറിയുമ്പോൾ അങ്ങയുടെ എന്താണ് മനസ്സിലൂടെ പോകുന്നത്? ഇത് ചാനലുകളിൽ നിന്നുള്ളൊരു ഫോൺ കോള് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് കുറച്ചു കാലമായിട്ട് അദ്ദേഹം ആരോഗ്യസ്ഥിതിയിൽ വളരെ ഗൗരവതരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുൻപാണ് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത ഏത് നിമിഷത്തിൽ സംഭവിക്കുമെന്നുള്ളൊരു ആശങ്കയിലായിരുന്നു എല്ലാവരും. അദ്ദേഹം എനിക്ക് സിനിമയിൽ ഞാൻ വന്ന കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ, സിനിമയിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തെ നേരിട്ട് അടുത്തറിയാനൊന്നും ആദ്യകാലങ്ങളിൽ അവസരം ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത സിനിമകൾ, അദ്ദേഹം ഛായാഗ്രഹകനായിട്ട് ചെയ്ത സിനിമകളൊക്കെ കണ്ട് അദ്ദേഹത്തെ വളരെ എന്താണ് ഒരു വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഛായാഗ്രഹണത്തിലുള്ള മികവിനെ കുറിച്ചൊക്കെ വലിയ ആരാധനയോടെ നോക്കിക്കണ്ടതാണ്. പ്രത്യേകിച്ചും അരവിന്ദൻ സാറിൻ്റെ കൂടെയൊക്കെ ചെയ്ത സിനിമകൾ, കുമ്മാട്ടി പോലുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ആ മികവുകൊണ്ട് തന്നെ ആവർത്തിച്ച് കണ്ട സിനിമകളാണ്. പിന്നീട് മലയാളത്തിലെ പ്രധാനപ്പെട്ട സംവിധായകരുടെ കൂടെയൊക്കെ, പ്രത്യേകിച്ചും പത്മനാഭൻ സാറിനെ പോലെയുള്ളവരുടെയൊക്കെ കൂടെ ഇവിടെ ആ സിനിമകളൊക്കെയും ജോർജ് സാറിൻ്റെ കൂടെ. പിന്നീട് സംവിധാനത്തിലേക്ക് എത്തിയപ്പോഴും മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ദേശീയ തലത്തിൽ മലയാള സിനിമയെ എത്തിച്ച പിറവി പോലുള്ള സിനിമകളൊക്കെ സംഭവിക്കാനിടയായി. തീർച്ചയായിട്ടും അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു മികച്ച സംഘാടകൻ എന്ന നിലയിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലൊക്കെ തൻ്റെ സ്ഥാനം രേഖപ്പെടുത്തിയതാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട്, KSFDC ചെയർമാനായിട്ടൊക്കെ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചതാണ്. തീർച്ചയായിട്ടും ഒരു മലയാള ചലച്ചിത്ര വ്യവസായത്തിനും അതിൻ്റെ കലാപരമായ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നമുക്ക് വലിയ നഷ്ടം തന്നെയാണ് ഈ വിയോഗത്തിലൂടെ സംഭവിക്കുന്നത്. നന്ദി ശ്രീ സിബി മലയിൽ, ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുത്തതിന്, അദ്ദേഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ നമ്മളോട് പങ്കുവച്ചതിന്.